ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ ഒരു പുതിയ ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കാരുണ്യ വഴിയുടെ 16-ാമത്തെ ദിവസമാണ്. 2 ആഴ്ചയൊക്കെ പിന്നിട്ട് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈശോയുടെ കുരിശിലേക്കുള്ള യാത്ര. നന്നായിട്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലുള്ള നന്ദിയും സ്നേഹവും വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അച്ചോ ഈ ആമുഖം ഒത്തിരി വേണമെന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. അതായത് ആള് വിലയിരുത്തിയിട്ട് പറഞ്ഞത്, അച്ഛൻ ആ ബൈബിൾ ഭാഗം അന്നത്തെ ടോപ്പിക്ക് പറയുമ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ആ വിഷയത്തിലേക്ക് എത്തുന്നത്. ഞാൻ അല്പം സാവകാശം എടുക്കുന്നതാണ്. കാരണം ഓരോ ദിവസവും ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിവപ്പെടുത്തിയെടുത്ത്, ഒന്ന് സാവകാശം എടുത്ത്, നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഒക്കെ സമയമെടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും സാവകാശം എടുക്കുന്നതെന്ന് തിരിച്ചറിയുക. പ്രത്യേകം ഇന്ന് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, 16-ാമത്തെ ദിവസമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കുമ്പസാരിച്ചൊരുങ്ങിയിട്ടായിരിക്കും ഇതിലേക്ക് ഈ കാരുണ്യ വഴിയിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത ഒരു കുമ്പസാരത്തിൻ്റെ സമയമായി എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ നിരന്തരം വിശുദ്ധീകരിച്ച് ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ ബലഹീനരാണ്, ഇടയ്ക്ക് വീഴ്ചകൾ പറ്റിപ്പോകും, കുറവുകളുണ്ടാകും. അതുകൊണ്ട് അതിനെ തിരുത്താൻ അത് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കൃപാവരം സ്വീകരിച്ച് കുമ്പസാരം നടത്തി ഈ യാത്രയിലേക്ക് കൂടുതൽ ഒരുക്കത്തോടെ നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ആമുഖത്തിൽ എനിക്ക് നൽകാനുള്ളത്. ഒപ്പം കരുണക്കൊന്ത ഒരുപാട് പേര് ചൊല്ലി അയക്കുന്നുണ്ട് എന്നറിയുന്നു. നല്ല കാര്യം. ഇനിയും കൂടുതൽ പേര് അയക്കട്ടെ. നമ്മൾ ഇനി മുതൽ ആ കൗണ്ടും കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അയക്കേണ്ട ഫോൺ നമ്പർ ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഫോൺ നമ്പറിലേക്ക് കരുണക്കൊന്ത ചൊല്ലി അയക്കുക. ഒരാളെന്നോട് സംശയം ചോദിച്ചു, അച്ചോ അങ്ങനെ കരുണക്കൊന്തയൊക്കെ ചൊല്ലി അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതാണ്. അതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗം എന്നോർത്താൽ മതി. അല്ലാതെ അതിനകത്തൊരു അന്ധവിശ്വാസത്തിൻ്റെ മാനം നമ്മൾ ആരും കലർത്തേണ്ട, അത് കാണേണ്ട. മറിച്ച് നമ്മൾ ഒരുമിച്ച് സഭാസമൂഹം ഒരുമിച്ച് ഒരു കൂട്ടായ ഒരു യജ്ഞം നടത്തുകയാണ്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ സൂചനയായിട്ട് ആ എണ്ണം നമ്മൾ കളക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവസാനം നമ്മൾ ആ മുഴുവൻ പ്രാർത്ഥനയുടെയും ഒരു സമർപ്പണവും ദൈവത്തിന് മുമ്പാകെ നടത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇന്ന് ആമുഖത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 1, കുമ്പസാരിക്കാനുള്ളവർ കുമ്പസാരിച്ചൊരുങ്ങുക. 2, കരുണക്കൊന്ത ചൊല്ലുന്നവർ അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ചൊല്ലുക. അത് ദിവസം ഒരു 5-10 എണ്ണമൊക്കെ ചെല്ലാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഒരാഴ്ച എത്തുമ്പോഴേക്കും ഒരുമിച്ച് എണ്ണം കൊടുക്കുക. ഒരാഴ്ച കൊണ്ട് 50 70 എണ്ണം ഒരാഴ്ച നിങ്ങൾക്ക് ഓരോരുത്തരും കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓരോ ആഴ്ചയും 50 എണ്ണം വെച്ച്, ഒരാഴ്ച 50 എണ്ണം വെച്ച് കുറഞ്ഞത് കരുണക്കൊന്ത ചൊല്ലി സമർപ്പിച്ചാൽ അതെന്തൊരു വലിയ പ്രയത്നമായിട്ട് അത് മാറും. ദൈവത്തിന് മുമ്പാകെ അതിന് വലിയ വിലയുണ്ടാകും. അതുകൊണ്ട് അത് ഗൗരവത്തോടെ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ആ കാട് വെട്ടിത്തെളിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് 16-ാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്, ബൈബിൾ എടുക്കാം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ ഈ സന്ദേശം ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയില്ല, ഒരുപാട് സമയമെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അതിനകത്തെ ചിന്ത നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. മത്തായി 27:19 രംഗം ഇതാണ്. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. സിംഹാസനാരൂഢനായിരിക്കുകയാണ് പീലാത്തോസ്. ഈശോയുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് നടന്ന ഒരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യത്തിലുള്ളത്. അതിങ്ങനെയാണ്: മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാനിന്ന് വളരെയേറെ ക്ലേശിച്ചു. ശ്രദ്ധിച്ചേ, പീലാത്തോസ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടേക്ക്
പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കുറിപ്പ് കൊടുത്തു വിടുകയാണ്. രാജാവിൻ്റെ അടുത്തേക്ക് ഒരു കുറിപ്പ് കൊടുത്തു വിടുന്നു, ആ നീതിമാൻ്റെ കാര്യത്തിൽ തലയിടാൻ പോകരുത്, ഇടപെടാൻ പോകരുത്. എന്തുകൊണ്ട്? അദ്ദേഹം മൂലം, ആ നീതിമാൻ്റെ ചിന്ത മൂലം ഇന്നലെ എൻ്റെ ഉറക്കം പോയി, ഞാൻ സ്വപ്നത്തിൽ വളരെയേറെ ക്ലേശിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ? നമ്മൾ രണ്ട് മാനം ഇതിൻ്റെ ചിന്തിക്കും. ഒന്ന്, പീലാത്തോസിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് ഈ കാര്യത്തെ നമ്മൾ വിലയിരുത്തും. രണ്ട്, പീലാത്തോസിൻ്റെ ഭാര്യയുടെ ഒരു ആംഗിളിൽ നിന്ന് ഈ കാര്യത്തെ വിലയിരുത്തും. ആദ്യം പീലാത്തോസിൻ്റെ ഒരു ഡൈമെൻഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ആരും ചിന്തിക്കരുത് നമ്മുടെ പാപം നമ്മുടെ മാത്രം പാപമാണെന്ന് ചിന്തിക്കരുത്. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ഇത് എൻ്റെ പാപം, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, ഞാൻ ചെയ്യുന്ന പാപം, അതിനകത്ത് ഇപ്പോൾ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? അല്ല. ഈശോയ്ക്കെതിരെ വിധിവാക്യം ഉച്ചരിച്ചതും ഒടുവിൽ കൈ കഴുകി ഒഴിഞ്ഞതും പീലാത്തോസ്, ഉറക്കം നഷ്ടപ്പെട്ടത് പീലാത്തോസിൻ്റെ ഭാര്യയുടെ. അതായത് ഒരാൾ ചെയ്യുന്ന പാപം ഒരാളുടെ മാത്രം പാപമായി തീർന്നു പോകുന്നില്ല. ആ പാപത്തിൻ്റെ ക്ലേശം മറ്റാരൊക്കെയോ സഹിക്കേണ്ടി വരുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഈ വാക്യം നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. ചിന്തിച്ച് നോക്കിക്കോ, നമ്മുടെ വീട്ടകത്തേക്ക് നോക്കിക്കോ. കുടുംബനാഥൻ പറയുന്നു, ഞാൻ മദ്യപിക്കും, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പകലന്തിയോളം പണിയെടുക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മക്കൾക്ക് നിനക്ക് ചെലവിന് തരുന്നുണ്ട്, വേറെ ഒരു ദ്രോഹവും ഞാൻ ആരോടും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ മദ്യപിക്കുന്നു. അപ്പം ഇദ്ദേഹം പറയുന്നതിനറിയാമോ, ഇതെൻ്റെ മാത്രം ഇഷ്ടവും ഇതെൻ്റെ മാത്രം പ്രശ്നമാണ്, വേറെ ആരെയും ഇത് ബാധിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഈ പാപം, ഈ തെറ്റ് നമ്മളറിയാതെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സൗഹൃദങ്ങളെ ഒക്കെ ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാപവും ഒരാളിൽ അവസാനിക്കുന്നില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാപവും ഒരാളിൽ തന്നെ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ, അദ്ദേഹത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ആ പാപത്തിൻ്റെ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മക്കൾ കിടറുമ്പോൾ മക്കൾക്ക് ഒരു പാപബോധവും ഒരു കുറ്റബോധവും ഉണ്ടാകുന്നില്ലെങ്കിലും അമ്മ പെടയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ നോക്ക്, എന്നെ കേൾക്കുന്നവരിൽ കൗമാരക്കാര യുവജനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇടർച്ച പറ്റുമ്പോൾ നിങ്ങൾക്കതിനകത്ത് യാതൊരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഇല്ലായിരിക്കും, ഒരു മനസാക്ഷി കുത്ത് ഉണ്ടാകുന്നില്ലായിരിക്കും. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം, എൻ്റെ നിയമം, എൻ്റെ ഇഷ്ടങ്ങൾ, ഇതാണല്ലോ ഈ കാലത്തിൻ്റെ ട്രെൻഡ്. എൻ്റെ ജീവിതം, എൻ്റെ നിയമം, എൻ്റെ ഇഷ്ടം. അല്ല, ഒരമ്മ വീട്ടിൽ നിന്ന് തേങ്ങുന്നുണ്ട് നീ ഈ പാപം ചെയ്യുന്നത് കൊണ്ട്. നിൻ്റെ ഈ ചെറിയ പാപം പോലും ആ അമ്മയെ ഉലച്ച് കളയുന്നുണ്ട്, അപ്പനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ പാപവും ഒരാളുടെ മാത്രം പാപം അല്ലെന്ന് തിരിച്ചറിയുവാൻ ഈ ഭാഗം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ പക്കലേക്ക് ഭാര്യ ഒരു കുറിപ്പടി കൊടുത്തു വിടുന്നത്. ഞാൻ ക്ലേശിക്കുന്നു, ഈശോയോർത്ത് ഞാൻ ക്ലേശിക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് പാപം ചെയ്യാതിരിക്കണമെന്ന് പീലാത്തോസിനെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ആ ഒരു വിചാരം ഉണ്ടാകണേ. ശ്രദ്ധിക്കണം, ഇനി പറയുന്നൊരു 3 തട്ട്. നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് 3 തട്ടിലായിട്ടാണ്. ഈ തിരിച്ചറിവുണ്ടാകട്ടെ. നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷയും പുണ്യത്തിൻ്റെ അനുഗ്രഹവും നമ്മളിലേക്ക് വരുന്നത് 3 തട്ടുകളിലായിട്ടാണ്. ഒന്നാമത്തെ തട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളത് കാണും. അതായത് നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ, നല്ല കാര്യങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ തട്ട്. രണ്ടാമത്തത്, നമ്മൾ ചെയ്ത നന്മയുടെ മെച്ചം നമ്മുടെ തലമുറകൾ കാണും. അതാണ് രണ്ടാമത്തെ തലം. നമ്മുടെ തലമുറകൾ കാണും. ഒരു പക്ഷേ നമ്മൾ ചെയ്തു വയ്ക്കുന്ന നല്ല കാര്യങ്ങളുടെ മെച്ചം നമുക്ക് കാണാൻ യോഗമുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെയുണ്ട്, ഒത്തിരി നന്മ ചെയ്ത് നമ്മൾ കടന്നു പോകും, പക്ഷേ ആ ചെയ്ത നന്മയുടെ ഒന്നും മെച്ചം നമ്മുടെ ജീവിതകാലത്ത് അതിൻ്റെ അഭിവൃദ്ധി കണ്ടില്ല. പക്ഷേ ആ അഭിവൃദ്ധി കാണാൻ പോകുന്നത് നമ്മുടെ തലമുറകളാണ്. അടുത്തത്, നമ്മൾ ചെയ്ത നന്മയുടെ മെച്ചം അന്ത്യവിധിയിൽ നമ്മൾ കാണും. അന്ത്യവിധിയിൽ നമ്മൾ കാണും. ഇതേ കാര്യം തന്നെ പാപത്തിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്തു. നമ്മൾ ചെയ്യുന്ന, ചിലർ പറയാറുണ്ട്, ഞാൻ ഈ കൊള്ളരുതായ്മയും ഈ പാപവും ചെയ്തിട്ട് എന്നാ പറ്റി, എന്നാ കുഴപ്പം,
ദേ ഒരുത്തൻ അവിടെ വലിയ പുണ്യം പറഞ്ഞിരിപ്പുണ്ട്, പട്ടിണി പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ അത്യാവശ്യം തരികടയൊക്കെ കാണിച്ചത് കൊണ്ട് ഞാനിപ്പം നല്ല നില ജീവിക്കുന്നു. എനിക്കിപ്പോൾ 2 നില വീടുണ്ട്, 3 കാറുണ്ട്, ബാങ്കിൽ ബാലൻസ് ഉണ്ട്. കാരണം എന്താ? ഞാൻ കുറച്ച് കൊള്ളരുതായ്മ കാണിച്ചു. എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, അവൻ ആ ബുദ്ധി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ ആ ചറ്റക്കുള്ളിൽ കിടക്കുന്നു, ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാ പറ്റി? പാപം ചെയ്തിട്ട്. പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ വരുന്നതും ഈ 3 തലത്തിലാന്ന് ഓർത്തേക്കണം. ഒന്നാമത്തത്, ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളതിൻ്റെ കഷ്ടദുരിതങ്ങൾ കാണും. നമ്മുടെ ജീവിതകാലത്ത് തന്നെ അതിൻ്റെ കഷ്ടദുരിതങ്ങൾ കാണും. ഇനി നമ്മുടെ ജീവിതകാലത്ത് കണ്ടില്ലെങ്കിൽ അടുത്ത് എവിടെ കാണും? നമ്മുടെ തലമുറകളിൽ അത് കാണും. സംശയം വേണ്ട, നമ്മുടെ തലമുറകളിൽ അത് കാണും. ഇനി അടുത്തത്, 3ാമത്തെ ഡയമെൻഷൻ, അന്ത്യവിധിയിൽ, നമ്മുടെ വിധിയിൽ അത് കാണും. അതുകൊണ്ട് നന്മയായാലും തിന്മയായാലും ഒന്നും ഇവിടം കൊണ്ടും ഈ നേരം കൊണ്ടും അവസാനിക്കുന്നില്ല എന്നോർത്തേക്കണേ. അതായത് നമ്മുടെ ചില കുടുംബങ്ങൾ ഇപ്പോൾ അങ്ങനെ വലിയ ഭക്തരൊന്നുമല്ല, പക്ഷേ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാം ആ വീട്ടിൽ നന്നായിട്ടാണ് പോകുന്നത്. എന്താ കാര്യം എന്നറിയാവോ? 2ഓ 3ഓ തലമുറയ്ക്ക് മുമ്പ് ആരോ നല്ലത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരോ FD ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പലിശ എടുത്തുകൊണ്ടിരിക്കുക ഈ കുടുംബം. നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതകാലത്തും തലമുറകളിലേക്കും വിധിയിലേക്കും വരുന്നത് പോലെ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ നമ്മുടെ ജീവിതകാലത്തും നമ്മുടെ തലമുറകളിലേക്കും വിധിയിലേക്കും വരും. അതുകൊണ്ട് ഓർക്കണേ, ഒരു പാപവും ഒരകൃത്യവും ഇവിടം കൊണ്ട്, ഈ ഇട്ടാവട്ടം കൊണ്ട് തീർന്നു പോകാനുള്ളതല്ല. ഇതിനപ്പുറത്തേക്ക് അതിനാഴവും വ്യാപ്തിയും ഉണ്ടെന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പോൾ ദൈവജനമേ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം, പീലാത്തോസിൻ്റെ ഭാര്യയുടെ ഉറക്കം പോയി ഈശോ കാരണം. അവളൊന്നും ചെയ്തില്ല, അവളൊരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തതൊക്കെ ചെയ്യാൻ പോകുന്നത് പീലാത്തോസാണ്, പക്ഷെ ഉറക്കം പോകുന്നത് ഭാര്യയുടേതാണ്. ഇതെപ്പോഴും ഓർക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ, ഈ പിതൃപുത്ര ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒക്കെ ഓർത്തേക്കണം. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ സങ്കടപ്പെടേണ്ടി വരുന്നത് ചുറ്റുമുള്ളവരാണെന്ന് ഓർത്തേക്കണം. അതോർത്തെങ്കിലും ചില തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്മാറണം. ഇതാണ് പീലാത്തോസിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മളിതിന് കൊടുക്കുന്ന വ്യാഖ്യാനം. ഇനി ഇപ്പുറത്ത് പീലാത്തോസിൻ്റെ ഭാര്യയുടെ ഒരു വീക്ഷണകോണുണ്ട്. അവിടുന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? അതായത് ഇന്ന് നമുക്ക് നഷ്ടമായി പോകുന്ന ഒരു ജനുസാണ് ഈ പീലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വഭാവമുള്ളവർ. അതായത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു അപ്രിയ സത്യം പറഞ്ഞു കൊടുക്കാൻ ഇന്നാളില്ലാതായി പോകുന്നു. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്കറിയാം, തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലിത്, അത് രാജസദസ്സാണ്, അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. ഞാനൊരു ഇത്തിരി പോകുന്ന കുറിപ്പ് അങ്ങോട്ട് കൊടുത്തു വിട്ടാലും ആ വിധിയിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അവൾക്കറിയാം. എന്നാലും അവൾ നിസ്സംഗത പാലിക്കാതെ അവളെ കൊണ്ടാകുന്ന ഒരു ഇത്തിരി ശ്രമം നടത്തുകയാണ്. ഒരു കുറിപ്പ് കൊടുത്തു വിടുന്നു, ദയവ് ചെയ്ത് അത് ചെയ്യരുത്, ദയവ് ചെയ്ത് ആ മനുഷ്യനെ ദ്രോഹിക്കരുത്. അത് എപ്പോൾ കൊടുത്തു? പാപം ചെയ്ത് കഴിഞ്ഞല്ല കൊടുത്തത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞല്ല കൊടുത്തത്. നമ്മൾ പലർക്കും പറ്റുന്ന അപകടം, തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരുത്താൻ പോവുകയാണ്. ഇതിനകത്തൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യത്തിൽ മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ എൻ്റെ അർത്ഥം, അവൻ്റെ മുമ്പിൽ നന്മയും തിന്മയും ഇരിപ്പുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അവകാശം അവനുണ്ട്. അവനിരിക്കുന്നത് ന്യായാസനത്തിലാണ്. ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന നേരത്ത് മുൻപേറ് അവൾ കത്ത് കൊടുത്തു വിടുകയാണ്. ശ്രദ്ധിക്കണേ, വിധി പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ കാലത്തുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ എത്രയോ പേരുണ്ട്, എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാ. നമ്മുടെ വീട്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, കൂടപ്പിറപ്പുകൾ, നമ്മുടെ കൂട്ടുകാർ ഒക്കെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഈ പ്രിയപ്പെട്ടവരോട് പീലാത്തോസിൻ്റെ ഭാര്യ എടുത്തതുപോലെ ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റുമോ? അതായത് അവരുടെ മുമ്പിൽ ശരി തെറ്റിൻ്റെ സാധ്യതകൾ വരുമ്പോൾ ഒരു ചെറിയ അറിയിപ്പ്, അത് തെറ്റാണ് കേട്ടോ, അത് ചെയ്യരുത്, അത് തെറ്റാണ്, ഇതാണ് ശരി, ഇതേ ചെയ്യാവൂ എന്നോർമ്മിപ്പിക്കുന്ന വിധത്തിൽ മുഖത്തു നോക്കി പ്രിയത്തോടെ അപ്രിയ സത്യം പറയാനുള്ള കെൽപ്പുണ്ടോ? നമുക്ക് ഇല്ലാതാകുന്നു എന്നതാണ് സത്യം. ഇന്ന് നമ്മളൊക്കെ ബന്ധം മുറിഞ്ഞു പോകുമോ എന്ന് പേടിച്ച്
പലരെയും തിരുത്താൻ മടിക്കുകയാണ്. അത് അവരുടെ കാര്യം, അവർ ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം, അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യട്ടെ, നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ, നമ്മളെന്തിനാണ് വെറുതെ വയ്യാവേലിയെടുത്ത് തലേ വെക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന വിധത്തിൽ ഒരു മീഡിയോക്കർ പൊസിഷൻ, ഒരു നിസ്സംഗഭാവം എല്ലാവരും എടുക്കുകയാണ്. അവിടെയാണ് പീലാത്തോസിൻ്റെ ഭാര്യ നമുക്ക് മാതൃകയാകുന്നത്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറഞ്ഞു തരാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഈ നിലപാടെടുത്ത് വളർത്തണേ. ഇന്ന് പണ്ടത്തതുപോലെ തിരുത്തലുകളില്ല, ശിക്ഷണങ്ങളില്ല, വീടുകളിൽ ശിക്ഷണം കൊടുക്കുന്നില്ല. നേരായ വഴി പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ പോലും ഭയക്കുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ വീട്ടിൽ രാജാവായിട്ട് മാറുന്നു. നിശ്ചയമായും കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, ദൈവം തന്നതാണ്. പക്ഷേ അവർക്ക് നേര് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കൊരിക്കലും പിന്മാറാൻ പറ്റില്ല. ആ ഉത്തരവാദിത്വം കളഞ്ഞു കുളിക്കരുത്, പറഞ്ഞു കൊടുക്കണം. അത് തെറ്റാണ്, ഇത് ശരിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന ആശയം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ രണ്ട് തലം നമ്മളെ പേഴ്സണലി ബാധിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ട ഒരു ചിന്തയെ നിങ്ങൾക്ക് മനസ്സിലാകും വിധത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. അതൊന്നുകൂടെ ആവർത്തിക്കുന്നത്, അത് കൃത്യമായിട്ട് വ്യക്തതയോടെ നമ്മുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. തെറ്റ് ചെയ്യാൻ പോകുന്നതും അതിനവകാശമുള്ളതും ഒടുവിൽ കൈകഴുകി ഒഴിയാൻ പോകുന്നതും പീലാത്തോസാണ്. ഉറക്കം നഷ്ടപ്പെട്ടത് പീലാത്തോസിൻ്റെ ഭാര്യയുടേതാണ്. ഒരു വൈരുദ്ധ്യമാണത്. ഒരു തെറ്റും ഒരാളിൽ അവസാനിക്കുന്നില്ല. തെറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ തെറ്റുകൊണ്ട് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഒരു നിമിഷ സുഖത്തിന് വേണ്ടി, ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത്, ഒരു പ്രലോഭനം താങ്ങാനാകാതെ ഞാൻ ചെയ്യുന്ന ഇത്തിരി പോന്ന ഈ തെറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരാരെയൊക്കെയോ സങ്കടപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരാരുടെയൊക്കെയോ ഉറക്കം കളയാൻ പോവുകയാണ്. ആ ചിന്തയോർത്തെങ്കിലും ചില തെറ്റുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തേ പറ്റൂ. 3 തലങ്ങളിൽ തെറ്റിൻ്റെ ശിക്ഷ വരുമെന്നോർത്തേക്കണേ. നമ്മുടെ ജീവിതത്തിൽ തലമുറകളിലേക്ക് അന്ത്യവിധിയിൽ, അതുപോലെ തന്നെ നന്മയും നമ്മുടെ ജീവിതത്തിൽ തലമുറകളിലേക്ക് അന്ത്യവിധിയിൽ. അടുത്തത് നമ്മൾ പറഞ്ഞത് പീലാത്തോസിൻ്റെ ഭാര്യയുടെ ശൈലിയാണ്. അവളെക്കൊണ്ട് ഒത്തിരിയൊന്നും കഴിയില്ല, അവൾക്കതിന് മാത്രം അധികാരമില്ല. എന്നിട്ടും ഒരു പെടച്ചിലെങ്കിലും അവളൊന്ന് പെടയുന്നുണ്ട്. അതാണ് അവൾ കൊടുത്തു വിട്ട ആ കുറിപ്പ്. ശരി തെറ്റുകൾ മുമ്പിൽ വരുമ്പോൾ ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും വിളിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവൾ കാണിക്കുന്ന ആർജവത്വം ഉണ്ടല്ലോ, ആ ആർജവത്വം നമുക്കുള്ള പാഠമാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക്, ഈ ദിവസം കാരുണ്യവഴി പ്രേക്ഷകർ, എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ട ഹോംവർക്ക് ഒരല്പം കഷ്ടപ്പാട് പിടിച്ച ഹോംവർക്ക് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളങ്ങനെ കുത്തിയിരുന്ന് എഴുതാനും പഠിക്കാനും ഒന്നുമില്ല, പക്ഷേ ഒരല്പം നമ്മളെ പരുവപ്പെടുത്തേണ്ടി വരുന്ന ഒരു ഹോംവർക്കാണ്. 2 ഹോംവർക്കുണ്ട്. ഒന്നാമത്തത് നമ്മുടെ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന ഒരു പാപം നമ്മുടെ ജീവിതത്തിലില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന ഒരു പാപം. അതായത് ഭർത്താവ് ചിന്തിക്കണം, ഞാൻ ഈ പാപം ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറയുന്നുണ്ട്. മക്കൾ ചിന്തിക്കണം, ഞങ്ങൾ ഈ പാപത്തിലേക്ക് ചാഞ്ഞു പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ട്. അവരെ ഓർത്തെങ്കിലും പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന ഒരു പാപം ഒഴിവാക്കാൻ ശ്രമിക്കാമോ? പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന ഒരു പാപമെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഹോംവർക്ക് പീലാത്തോസിൻ്റെ ഭാര്യയുടെ റോളാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ, അതാരുമാകാം, ഇന്ന് നിങ്ങൾ സാവകാശം ഓർത്തെടുക്കണം, നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ശരിയല്ലെന്ന് തോന്നുന്നൊരു കാര്യം ചെയ്തു പോയത് പോട്ടെ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അവരുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്, ശരി തെറ്റുകൾ അവരുടെ മുമ്പിൽ നിൽപ്പുണ്ട്, നമുക്കിവരോട് സ്നേഹമുണ്ട്, എങ്കിൽ പറഞ്ഞു കൊടുത്തുകൂടെ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ശരി തെറ്റുകളുടെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറഞ്ഞു കൊടുക്കാമോ? നിങ്ങൾക്കതിനുള്ള അവസരം കിട്ടും. നിങ്ങൾ ആ തീരുമാനമെടുത്താൽ ഇന്നോ നാളെയോ ഒരാളോടെങ്കിലും അത് പറയാൻ തക്ക വിധം ഒരു അവസരം ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. ഇതാണ് ഹോംവർക്ക്. ഇതല്പം കഷ്ടപ്പാടാണെന്ന് എനിക്കറിയാം. ബൈബിൾ വാക്യം എഴുതാനും പഠിക്കാനും ചൊല്ലാനും ഒക്കെ എളുപ്പമുണ്ട്, കാരണം അത് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട. ഇതങ്ങനല്ല. നമുക്കിടയിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹോംവർക്ക് ഗൗരവത്തോടെ എടുത്ത് ചെയ്യാൻ തീരുമാനിക്കാം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന
നമ്മുടെ ഒരു പാപമെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരോട് അവരുടെ ജീവിതത്തിലെ ശരി ശരിയെന്നും തെറ്റ് തെറ്റെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഈശോയെ, പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് ആരാധന. കാരുണ്യ വഴിയുടെ 16-ാമത്തെ ദിവസം കർത്താവേ, ഞങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് തങ്ങളുടെ കുടുംബങ്ങളിലോ യാത്രയിലോ തൊഴിലിടങ്ങളിലോ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, അവരുടെ നിരവധിയായ അർത്ഥനകൾ, അവരുടെ കണ്ണീര് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ ജനത്തിൻ്റെ മേൽ നീ കരുണ കാണിക്കണമേ എന്ന്, കാരുണ്യ വഴിയിലൂടെ ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ ധ്യാനിച്ച വ്യക്തി, ഞങ്ങൾ അത്ര ധ്യാനിച്ചും കേട്ടും ശീലമില്ലാത്ത ഒരാൾ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം വാക്യം. മാത്രമല്ല, അവൻ പീലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. ഈശോയെ വിചാരണ ചെയ്തതും ശിക്ഷയ്ക്ക് വിധിച്ചതും ഒടുവിൽ കൈകഴുകി ഒഴിഞ്ഞതും പീലാത്തോസ്. പക്ഷേ ഉറക്കം നഷ്ടപ്പെട്ടത് ഭാര്യയ്ക്ക്. ഇതുപോലെയാണ് ഇന്നും കാര്യങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങൾ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ മാത്രം വിഷയങ്ങളാണ്, ഞങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പീലാത്തോസ് ചെയ്യുന്ന അകൃത്യത്തിന് ഭാര്യയുടെ ഉറക്കം
നഷ്ടമാകില്ലായിരുന്നല്ലോ. കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ പാപത്തിൻ്റെ വഴിയെ നടക്കുമ്പോൾ മറ്റാരുടെയൊക്കെയോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെന്ന്, അവർ കണ്ണീരൊഴുക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് തിരിച്ചറിവ് കിട്ടി. അവൻ നീതിമാനാണ്, അവൻ നീതിമാനാണ്. പീലാത്തോസിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യം, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെന്ന് ഭാവിച്ച കാര്യം ഭാര്യ തിരിച്ചറിയുന്നു. അവൻ നീതിമാനാണ്. കർത്താവേ, അതുപോലെ നിന്നിലെ നേര്, നിന്നിലെ സത്യമറിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ, നിന്നെ കർത്താവും ദൈവവുമായി തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തിലും സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. അവരുടെ ഉറക്കം മുറിഞ്ഞു പോകുന്നുണ്ടെന്ന്, അവർ പരിഭ്രാന്തരാകുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. കർത്താവേ, അവരെ ഓർത്തെങ്കിലും ഞാനൊന്ന് അനുദപിക്കട്ടെ. എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയോർത്ത് സങ്കടപ്പെടുന്നതിന് കണക്കില്ല. പല ആവർത്തി പറഞ്ഞു നമ്മളോട്, അരുത്, ഇത് ചെയ്യരുത്, ഇത് ശരിയല്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ നമ്മളോട് നമ്മുടെ ഭാര്യ, ഭർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, കൂടപ്പറപ്പുകൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം കഷ്ടപ്പാടിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപം നമ്മുടെ മാത്രം പ്രശ്നമല്ല. കർത്താവേ, എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനങ്ങൾ എന്ന് വിപ്ലവം പറഞ്ഞ് ഞാൻ ജീവിച്ചു പോയ നേരങ്ങളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. എൻ്റെ തീരുമാനങ്ങൾ എന്നെ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെയും ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് തരണമേ. ദൈവജനമേ, ഇന്ന് ഈ ആരാധനയിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മൂലം സങ്കടപ്പെടുന്നവരെ ഒന്ന് ഓർത്തെടുക്കണേ. നമ്മളേറെ സ്നേഹിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് ഇങ്ങനെ പോയാൽ പോര കേട്ടോ എന്ന് ചേർത്ത് പിടിച്ച് ആത്മാർത്ഥതയോടെ പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് നമ്മളോട്. അവർക്കൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും സങ്കടം സമ്മാനിക്കുകയല്ലേ. അവരുടെ പ്രാർത്ഥനയോർത്ത്, അവരുടെ കണ്ണീരോർത്ത് നമുക്ക് ഈശോയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കണ്ടേ. ഈശോയെ, പീലാത്തോസിൻ്റെ പക്കൽ ഭാര്യ ഓർമ്മിപ്പിച്ചെങ്കിലും അവന് ഉചിതമായ തീരുമാനമെടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ കാലത്ത് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നവർ, ഇത് ശരിയല്ല, കർത്താവിനെ മറുപക്ഷത്ത് നിൽക്കരുതെന്ന് വാത്സല്യത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഗുരുഭൂതർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ. അവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടെ താല്പര്യത്തോടെ കാതോർക്കുവാനും അവരെ സങ്കടപ്പെടുത്താതെ, നിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിക്കാതെ നിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവജനമേ, നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. വീണ്ടും സ്നേഹമേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹമേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം
ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ
പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിൽ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകം ഈശോയുടെ തിരുമുമ്പാകെ സമർപ്പിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. നമുക്ക് ഇടറുമ്പോൾ സങ്കടപ്പെട്ടവരെ ഓർത്ത്, നമ്മളൊന്ന് തെറ്റിപ്പോയപ്പോൾ നമ്മളെക്കാളേറെ നമ്മളെ പ്രതി സങ്കടപ്പെട്ടവരെ ഓർക്കണം. അവരാണ് നമുക്കായി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന നമ്മുടെ സംരക്ഷണം, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സംരക്ഷണം. അങ്ങനെ തിരുത്തൽ നൽകിയവരെ, ഇത് ശരിയല്ല കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചവരെ, അന്ന് അവരിത് പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടക്കേടുണ്ടായി കാണും, പക്ഷേ അവരാഗ്രഹിച്ചത് നന്മയായിരുന്നു. അത്തരമെല്ലാ മുഖങ്ങളെയും ഓർത്തെടുത്ത് അവരെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അങ്ങേ ദിവ്യമായ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. അങ്ങേ ദിവ്യമാം 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 സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. പ്രിയ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥാ.